ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഐ നോബഡി എന്നാണ് പടത്തിന്റെ പേര്. അതായത് പൃഥ്വിരാജ് സുകുമാരൻ, അത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന വേറൊരു പൃഥ്വിരാജ് മൂവി എന്ന് പറഞ്ഞാൽ മതി. അത് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മൂവി. പടം സത്യം പറഞ്ഞ രാവിലെ റിലീസ് ആയത്. ഇപ്പൊ തന്നെ എല്ലാവരും ചവർ പോലെ റിവ്യൂസും കാര്യങ്ങളൊക്കെ വന്ന് കാണും. എന്റെ റിവ്യൂ കാണാൻ ആൾക്കാരുണ്ടാവുമെന്ന് പോലും അറിയാൻ പറ്റില്ല. എന്തായാലും പറയുകയാണെന്നില്ല, നമുക്ക് നമ്മള് തുടങ്ങി വെച്ച കാര്യങ്ങൾ മുടങ്ങാൻ പാടില്ലല്ലോ. ഇപ്പൊ രാവിലെ വർക്ക് ഉള്ളതുകൊണ്ട് നമ്മള് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോ 2 മണിയായി. അപ്പൊ നേരെ പോയി കണ്ടത് 2:30 ഷോയാണ്. നേരെ വന്ന് ഡ്രസ്സ് മാറി ഫുഡ് കഴിച്ച് പോയി. കുളിക്കാൻ പോലും നിങ്ങൾക്ക് സമയമില്ല. തൊട്ടടുത്തുള്ള തിയേറ്ററിൽ തന്നെ പോയി പടം കണ്ടു വന്നിരിക്കുകയാണ്. ഹോ, പടത്തെ പറ്റി എനിക്ക് പറയാനുള്ള കാര്യം, ഇത് നോർമലി അല്ലെങ്കിൽ ആ ഒരു മേക്ക് സ്റ്റൈൽ പിടിച്ചില്ല എന്നെങ്കിൽ നോർമലി കണ്ടുവന്നു പോകുന്ന ഒരു റോബറി അങ്ങനെയൊക്കെ മിക്സ്ഡ് ആയിട്ട് നമ്മൾ കണ്ട് മടുത്തിട്ടുള്ള റോബറി ടൈപ്പ് ഒരു മൂവി ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ ആ ഒന്നൊരു പാറ്റേൺ ഉണ്ടല്ലോ, ആ ടൈപ്പ് പാറ്റേൺ അത് ജസ്റ്റ് ഒരു പടം എന്ന് പറഞ്ഞ ഒരു ആവറേജ് എക്സ്പീരിയൻസ് സമ്മാനിച്ച് പോയേനെ. പക്ഷെ ഇവിടെ നിസാം ബഷീർ, അതായത് നമ്മുടെ കെട്ടിയോളന്റെ മലയ, പിന്നെ മമ്മൂക്കയുടെ റോഷാക്ക്, ഈ മൂവിയൊക്കെ പ്രൊഡ്യൂസ് അല്ലെങ്കിൽ സോറി ഡയറക്റ്റ് ചെയ്ത വ്യക്തിയാണ്. അതായത് കെട്ടിയോളന്റെ മലയ എന്ന് പറഞ്ഞ ഒരു ഫാമിലി പശ്ചാത്തലം വന്ന ഒരു ഫീൽഡ് മൂവി, ആ ടൈപ്പ് ജന്മന മൂവിയാണത് കെട്ടിയോളന്റെ മലയ. അതിന് നേരെ വിപരീതമായിട്ട് ഒരു ത്രില്ലർ അല്ലെങ്കിൽ മേക്കിംഗ് സ്റ്റൈലും എല്ലാം ഡിഫറെന്റ് ആയിട്ട് വന്ന ഒരു വേറൊരു മൂവിയാണ് റോഷാക്ക് എന്ന് പറയുന്നത്, മമ്മൂക്ക നായകനായിട്ട് വന്നത്. തിയേറ്ററിൽ 2 പടം നല്ലപോലെ വിജയിച്ച പടമാണ്. പിന്നെ അത് കഴിഞ്ഞ് അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് വ്യത്യസ്തമായിട്ടുള്ള കൊണ്ടുവന്നൊരു മൂവിയാണ് ഇതിപ്പോ ഈ നോബഡി എന്ന് പറയുന്ന പൃഥ്വിരാജ് അഭിനയിച്ച, എന്താ പറയാ, ആ മൂവിനെ പറ്റി പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് ഈ ആ മേക്കിംഗ് സ്റ്റൈൽ ഉണ്ടല്ലോ, നിസാം ബഷീർ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിരിക്കുന്ന മേക്കിംഗ് സ്റ്റൈൽ ഉണ്ട്. സത്യം പറയാനല്ല, ഈ ഒരു സത്യം മലയാള സിനിമ ഇങ്ങനത്തെ ടൈപ്പ് ഒരു മേക്കിംഗ് സ്റ്റൈൽ ഞാൻ കണ്ടിട്ടില്ലെന്ന് അറിയാം. ഒരു അതിൻ്റെ അകത്ത് ക്യാമറമാൻ്റെ ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് ബീജം, എന്റെ പൊന്നെ രക്ഷയില്ല. പിന്നെ അതെല്ലാവരുടെയും പേരെടുത്ത് പറയണം, അത് ആദ്യം തന്നെ പറയണത്. ബാക്ക്ഗ്രൗണ്ട് ബീജിയും പിന്നെ ക്യാമറ ആംഗിൾസും കുറെ സ്റ്റില്ലും അതിന്റെ സപ്പോർട്ടുമായിട്ട് തന്നെ ബീജിയമും, എന്റെ പൊന്നെ തിയേറ്ററിൽ നിന്ന് കാണുന്നുണ്ടല്ലോ, കിട്ടണ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയാം. പിന്നെയുള്ള ഫൈറ്റ് സീക്വൻസസ്, പിന്നെ കൊറിയോഗ്രഫി ചെയ്തിരിക്കുന്നത്, മ്യൂസിക്, എന്ത് പറയണ്ട, ഈച്ച് ആൻഡ് എവരി ഡിപ്പാർട്ട്മെന്റ് പടത്തിന്റെ ഒരു രക്ഷയില്ലെന്ന് തന്നെ പറഞ്ഞാൽ മതി. ഇത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് കണ്ടു നിർത്തിരിക്കണ ഒരു പഞ്ചുണ്ട്, ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഒരു ഫസ്റ്റ് ഹാഫ് കൊണ്ട് നിർത്തിരിക്കുന്നത്. അതെന്താ പറയാ, എന്താ പറയാ, അത് സ്പോയിലർ പറഞ്ഞാണോ എന്നൊരു തോന്നുന്നത്. അതായത് പറഞ്ഞാൽ അത് നിങ്ങൾ ആ പടം ആസ്വാദന ഏത് രീതിയിൽ ചിലപ്പോ പറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്റെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക് വരുമെന്ന് എനിക്കൊരു ഉണ്ട്. പക്ഷെ അത് ഞാൻ ഇതിനെ പറയാണ്ട് പറഞ്ഞു. ആ പടം അങ്ങനത്തെ രീതിയിലുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലാണ് അങ്ങനെ പിടിച്ചിരിക്കുന്നത്. അമ്മാതിരി നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഞാൻ ആ പടം തന്നെ കണ്ടത്. അത് പൃഥ്വിരാജ് സുകുമാരൻ, എന്റെ കിടിലൻ. അദ്ദേഹം നല്ല രീതി ആ ക്യാരക്ടർ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാജിന്റെ വൈഫായിട്ട് വരുന്നത് പാർവതിയാണ്. അത് മൊയ്തീൻ, നിന്റെ മൊയ്തീൻ, അതിൻ്റെ നായിക ആയിട്ട് വന്നിട്ടുള്ള നടിയാണ്. അത് അല്ലെങ്കിൽ ആ നടി അത്യാവശ്യം നല്ലപോലെ തന്നെ, അതായത് ക്യാരക്ടർ വരുമ്പോ അത് നല്ലപോലെ തന്നെ വർക്കായിട്ടുണ്ട് നമുക്ക്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതില് ക്രൂ ആണ്, അവരെയാണ് ഇത് എന്താ പറയാ, പൃഥ്വിരാജും അനിയ പാർവതിയും ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ട് തന്നെ, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലെ ഇതിന്റെ അണിയറ പ്രവർത്തകർ, അതായത് ക്രൂ വരുന്നത്, അവരെ പറ്റി പറഞ്ഞില്ലെങ്കിൽ പറ്റില്ല. എന്ന് വെച്ചാൽ ആ രീതിയിലുള്ള ഒരു മേക്ക് സ്റ്റൈല് വന്നിരിക്കണതുകൊണ്ട് അവ ഇല്ലെങ്കിൽ സത്യം പറഞ്ഞ നോർമൽ ഒരു സാധാരണ നടക്കുന്ന റോബറി, അന്വേഷണം ഭാഗമായിട്ട് പോകുന്ന ഒരു കഥ എന്നുള്ള രീതിയിൽ നമ്മൾ ഇത് കണ്ടേനെ. പക്ഷെ ഇത് ഒരു ആ ഫസ്റ്റ് പടത്തിന്റെ പ്രൊഡ്യൂസറിന്റെ നെയിം തൊട്ട് അങ്ങോട്ട് തുടങ്ങിയാണ് സിനിമ. അതാണ്. പക്ഷെ ഇത് പടത്തിന് ലേറ്റ് ആയിട്ട് വന്ന് കാണാതിരിക്കുന്നവരുടെ കാര്യം പറയാനുള്ളത്, അപ്പോൾ അതായത് പടത്തിന്റെ പേര് എഴുതി കാണിക്കുന്നത്, പ്രൊഡക്ഷൻ ടീമിന്റെ പേര് എഴുതി കാണിക്കുന്ന തൊട്ട് അങ്ങോട്ട് സിനിമ തുടങ്ങി. അപ്പൊ അത് മാക്സിമം എല്ലാവരും പറ്റുമെങ്കിൽ നേരത്തെ വന്ന് കാണാൻ നോക്കുക. നേരത്തെ വന്ന് അല്ലെങ്കിൽ പറ്റും ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും നേരത്തെ ഈ പടം കാണാൻ വരിക. വരാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ വരിക. എന്നാലേ നമുക്ക് ആ പടം അവിടെ തൊട്ടാണ് കഥ കൊണ്ട് തുടങ്ങിയത്. അപ്പൊ അന്നേരം തൊട്ട് തന്നെ മനസ്സിലാക്കിയാണെങ്കിൽ എന്തുകൊണ്ട്
ആ സിനിമ അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ കാരണത്തെ എന്ത് കാരണത്തെ ചൊല്ലിയാണ് ഈ സിനിമ പ്രതിപാദിക്കുന്നത് ആ തുടക്കത്തിൽ തൊട്ട് കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ ഇത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോ ഞാൻ ഓർത്തത് ഇത്രയുള്ള ഇനി ഫസ്റ്റ് ഹാഫും അത്ര നന്നായിട്ട് ചെയ്തിട്ട് സെക്കൻഡ് ഹാഫിൽ ചിലപ്പോ ഡൗൺ ആവുക, സിനിമ മൊത്തത്തിൽ ഡൗൺ ആവുക എന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഫസ്റ്റ് ഹാഫ് എങ്ങനെയാ കൊണ്ട് നിർത്തിക്കുന്ന അതേ പഞ്ചോട് തന്നെ സെക്കൻഡ് ഹാഫും കൊണ്ടുപോയി. അതെനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. ഞാൻ സത്യം പറഞ്ഞാൽ ഡൗൺ ആകില്ലെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വ്യക്തി അത് ആ ഒരു എക്സ്പീരിയൻസോട് തന്നെ കണ്ടിന്യൂ ആയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി, ഭയങ്കരമായിട്ട് വർക്ക് ആവുകയും ചെയ്തു. എന്നുവെച്ചാൽ ഇത് ഒരു സെക്കൻഡ് പോലും സിനിമയിൽ നമ്മൾ അല്ലെങ്കിൽ ആ ഫ്രെയിമിൽ നിന്ന് നമ്മൾ കണ്ണെടുക്കില്ല. അത് വെച്ചാൽ അത് ആ ഒരു മേക്കിംഗ് സ്റ്റൈലാണ് പിടിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ ഇത് നമ്മള് പുതിയൊരു അല്ലെങ്കിൽ പുതിയൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒരു ഈ കണ്ണിമ വെട്ടാൻ നമ്മൾ നോക്കിയിരുന്നു പോയല്ലേ, ആ ടൈപ്പ് ഒരു എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. അതൊരു വേറിട്ട ഒരു മേക്കിംഗ് സ്റ്റൈലാണ് നിസാം ബഷീർ ഇതിൻ്റെ അകത്ത് പിടിച്ചിരിക്കുന്നത്. കൊള്ളാം, ഓരോ സിനിമയും ഡിഫറെന്റ് ആയിട്ട് കൊണ്ടുവരാനോന്ന് അദ്ദേഹം നടത്തുന്ന ശ്രമം ഉണ്ടല്ലോ, രക്ഷയില്ല. എനിക്ക് തോന്നുന്നു ഞാനത് ആലോചിച്ചു ആ ഷോട്ടൊക്കെ എങ്ങനെ എടുക്കണം എന്ന്. ഞാനിങ്ങനെ നോർമലി അല്ലെങ്കിൽ നമ്മൾ സിനിമേനെ നല്ലപോലെ ഇഷ്ടപ്പെട്ട് കാണുന്ന വ്യക്തിയായതുകൊണ്ട് ഞാൻ ചിന്തിക്കും ആ ഷോട്ട് ഏത് രീതിയിലേക്ക് എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഷോട്ട് എടുക്കാനായിട്ട് എന്ത് എഫർട്ട് അദ്ദേഹം എടുത്തിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു. അമ്മാതിരി എഫോർട്ട് എടുത്തിട്ടുണ്ട്. നിസാര ഷോട്ടൊന്നല്ല, ഒരു ചെറിയ ഷോട്ടാണെങ്കിൽ തന്നെ അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിലിങ് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഡീറ്റെയിലിങ് അതിനെ വരി കൊടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞായിട്ട് ഉത്തരം പറഞ്ഞിട്ട് ഇവരുടെ പേര് പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ, പറഞ്ഞിട്ടല്ലേ. പിന്നെ ആദ്യം തന്നെ പറയാനുള്ളത് ഡയറക്ടർ നിസാം ബഷീർ, അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ പടം ഹാട്രിക് അടിക്കുക എന്ന രീതിയിൽ ഞാനൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറയുന്നത് ഹാട്രിക് അടിച്ചെന്ന് തന്നെ പറഞ്ഞാൽ നിസാം ബഷീറാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. റൈറ്റിംഗ് സമീർ അബ്ദുൽ ആണ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. കഥ എങ്ങനെയാണെന്ന് വെച്ചാൽ കഥ അടിപൊളിയാണ്. കഥ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇത് നമ്മൾ കണ്ടു മറന്ന കഥയൊക്കെ തന്നെ, പക്ഷെ എന്നാലും അതിന്റെ മേക്കിംഗ് സ്റ്റൈൽ കൊണ്ടാണ് പടം എനിക്ക് നല്ലപോലെ വർക്കായത്. അമീർ അബ്ദുള്ളാണ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ കാസ്റ്റ് പൃഥ്വിരാജ് സുകുമാരൻ, പാർവതി, പിന്നെ ഇതിൽ കൂടാവോ ഇതൊന്നും സത്യം പറഞ്ഞ ഈ ഓർഡറുള്ളവരാരും ഇല്ല. സത്യം പറഞ്ഞ അധികം 2-3 പേരെ കണ്ടുള്ളു. അങ്ങനെ അവർ രണ്ടുപേരാണ് മെയിൻ ആയിട്ടുള്ളത്. പക്ഷെ ഇതാണ് ഇവര് കൊടുത്തിരിക്കണ IMDb കൊടുത്തിരിക്കണ പേരില് സത്യം പറഞ്ഞ ഈ ലിസ്റ്റിലുള്ളതിൽ കൂടുതൽ പേര് ഇല്ലാത്തവരാണ്. പിന്നെ കമ്പോസ് ചെയ്തിരിക്കുന്നത് ജെ.എസ്. ബിജോയും ഹർഷവർദ്ധൻ രാമേശ്വർ ആണ്. ഇവർ രണ്ടുപേരും കൂടിയാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. സിനിമാറ്റോഗ്രഫി ദിനേശ് ദിനേശ് പുരുഷോത്തമനാണ് സിനിമാറ്റോഗ്രഫി. പുള്ളി കേട്ടോ ഒരു രക്ഷയില്ലാത്ത എഡിറ്റർ രാമീസ് MBA. എഡിറ്റിങ് രക്ഷയില്ലാത്തൊരു എഡിറ്റിങ് കേട്ടോ. ആ എഡിറ്റിങ്ങും കൂടി ഇല്ലെങ്കിൽ അയ്യോ, ഞാൻ അന്നേരം പറഞ്ഞപ്പോ ഇത് പറഞ്ഞില്ല, എഡിറ്റിംഗ് കൂടി ഉണ്ട്. ഇത് കമ്പോസിങ്ങും അതിന്റെ ക്യാമറ, ഡയറക്ഷൻ, എഡിറ്റിംഗ്, ഇത് ഇത്ര സാധനങ്ങളാണ് ഈ പടം മൊത്തത്തിൽ കൊണ്ടുപോകണം തന്നെ പറഞ്ഞാൽ. മെയിനായിട്ട് പറഞ്ഞാൽ എഡിറ്ററിന്റെ കഴിവ്. ആ എഡിറ്റ് ചെയ്ത് പറഞ്ഞാൽ എല്ലാം ഓക്കെ ആയിട്ട് അവസാനത്തെ ഒരാളാണ് എഡിറ്റർ. അങ്ങേരുടെ കൈ നല്ലൊരാളെ കിട്ടിയില്ലെങ്കിൽ സത്യം പറഞ്ഞ ഈ പടം മൊത്തത്തിൽ പോയെന്ന് തന്നെ അറിയാം. എഡിറ്റർ രക്ഷയില്ലെന്ന് തന്നെ അറിയാം. അതിന്റെ സ്റ്റണ്ട് ആരൊക്കെയെന്ന് അറിയാമല്ലോ, സ്റ്റണ്ട് ഇതിൻ്റെ അകത്തൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. ഇത് ആരാണെങ്കിലും കിടിലായിട്ടാണ് കേട്ടോ സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ. അത് സത്യം പറഞ്ഞാൽ ആ സിറ്റുവേഷനിൽ നമ്മൾ ഒരു നോർമലുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ ആ സിറ്റുവേഷനിൽ ഏത് രീതിയിലുള്ള ഫൈറ്റാണ് വേണ്ടത്, അല്ലെങ്കിൽ മാസ് പറഞ്ഞുള്ള ഇടിയൊന്നും അല്ല, നോർമലി ഉള്ള ഇടി ഫൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷെ എന്നാൽ അത് നല്ലപോലെ എഫക്റ്റീവായിട്ട് നമ്മൾ കണ്ടിട്ടിരിക്കുന്ന ഒരാൾക്ക് നല്ലപോലെ കണക്ട് ആവുന്ന രീതിയിലുള്ള ഫൈറ്റാണ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ പടം ഒരു വേറെ ടൈപ്പ് ഒരു മൂഡിലായിട്ടാ പോണ. അത് നല്ലപോലെ നമുക്ക് വർക്കായിട്ടുണ്ട് കേട്ടോ. എന്നെ സംബന്ധിച്ച് നല്ലപോലെ വർക്കായി. പിന്നെ എൻ്റെ ഒപ്പം ഇന്ന് കണ്ടവർ നല്ലപോലെ എൻജോയ് തന്നെ കണ്ടത്. പിന്നെ പടം സത്യം പറഞ്ഞാൽ ഇത് ഒരു വിശ്വാസം അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തെ പറ്റി അതിനെ തുടർന്ന് സത്യം പറഞ്ഞാൽ ആ ഒരു ചെറിയൊരു കണ്ടന്റിൽ നിന്ന് വളർന്ന ഒരു വലിയൊരു കണ്ടന്റിലായിട്ട് പോകുന്ന രീതിയിലുള്ള ഒരു മേക്ക് സ്റ്റൈല്. അത് ആ ചെറിയൊരു കണ്ടന്റ് ഇല്ലായിരുന്നെങ്കിൽ ആ രീതിയിലുള്ള വളർച്ച, അതിന്റെ ഒരു കണക്ഷൻ. അതായത് ഈ സിനിമയിലെ അതായത് നമ്മള് പണ്ടുപോലെ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ
എന്താണ് തവള കൊതുകിനെ തിന്നുന്നു, തവളനെ പാമ്പ് തിന്നുന്നു, പാമ്പിനെ കഴുകൻ തിന്നുന്നു. അങ്ങനെ 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 കണക്ഷൻ പോണുണ്ടല്ല, ആ ഒരു കണക്ഷൻ ഉണ്ടല്ല, ആ ഒരു കണക്ഷനെയാണ് ഇവര് സത്യം പറഞ്ഞ ഒരു അവസാനം ഈ സിനിമയുടെ എൻഡോ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പറയുന്നുണ്ട് ഒരാൾ വന്ന്, ഒരു ക്യാരക്ടറിൻ്റെ അടുത്ത് നിന്ന് പറയുന്നുണ്ട് എന്ത്, അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് പാറ്റേൺ അല്ലേ നിന്റെ ലൈഫ് പോണെന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് അതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത്, സിനിമ അതുവരെ കണ്ടിട്ടുന്ന വ്യക്തിയാണെന്ന പേരിൽ ഞാൻ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കി. അപ്പൊ നേരാണ്, ആ ഒരു കണക്ഷൻ ബേസ് ആണ് അവന്മാര് കണക്ട് ചെയ്ത് അതങ്ങ് ഏറ്റവും അവസാനം കഴുകൻ എന്ന ലെവലിൽ എത്തിക്കത് ഇതിൽ ഒരു പിടി വീഴണത്. ആ ടൈപ്പ് ഒരു മേക്കിംഗ് സ്റ്റൈലും അതെനിക്ക് നല്ലപോലെ വർക്കായി. അത് ചെറിയ വിഷയത്തിൽ നിന്ന് വളർന്ന് വളർന്ന് ഒരു വലിയൊരു വിഷയത്തിലായിട്ട് പോകുന്നത്, ആ ഒരു വേറൊരു ഡിഫറെന്റ് കിടിലം പടം തന്നെയാണ് കേട്ടാ. എല്ലാരും മസ്റ്റ് വാച്ച് ചെയ്യുക, തിയേറ്റർ തന്നെ പോയി കാണുക. ഇത് നല്ലപോലെ വർക്കായി. ഓക്കെ.